വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. മസാല ബോണ്ട് ഇടപാടിൽ ഇഡിക്ക് തിരിച്ചടി. ഇഡി നോട്ടീസിനെതിരെ കിഫ്ബി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ഇന്ന് ഹൈക്കോടതിയിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? മസാല ബോണ്ട് ഇടപാടിൽ ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ നോട്ടീസിനെതിരെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജിയിന്മേലാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ജസ്റ്റിസ് വി ജി അരുൺ പുറപ്പെടുവിച്ചത്. നോട്ടീസിലെ തുടർ നടപടികൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സ്റ്റേ ചെയ്തു. മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്ന് സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി തുടങ്ങിയ എതിർകക്ഷികൾക്ക് മറുപടി ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കല്ല, സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കായിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്നാണ് സമാഹരിച്ച തുകയിലെ 450 കോടിയിലധികം രൂപ ചെലവഴിച്ചതെന്നും കിഫ്ബി നേരത്തെ അറിയിച്ചിരുന്നു. ഈ ഇഡി നൽകിയിട്ടുള്ള നോട്ടീസിന്മേലുള്ള തുടർ നടപടികളാണ് ഇടക്കാലത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. വ്യക്തമാണ്. സി എം പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മസാല ബോണ്ട് ഇടപാടിലാണ് ഇഡിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇടവേള.